ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് സദ്യൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂട്ടുകറിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റിയായ നല്ലൊരു റെസിപ്പിയാണിത്. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ചേനയും 3 പച്ചക്കായയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണ്, ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പച്ചക്കായൻ്റെ പകരം നേന്ത്രക്കായ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനതില്ലാത്തതുകൊണ്ടാണ് പച്ചക്കായ എടുത്തത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കടല വേവിച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ വെച്ചിട്ട്. അത് ഈ വെന്ത വെജിറ്റബിൾസിലേക്ക് നമ്മൾ കടലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കടല ഇതിലിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ശർക്കര ഇങ്ങനെ കുത്തി പൊടിച്ചിട്ടുകൊണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ തേങ്ങക്കൊന്ന് കുക്കായി ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നാൽ ഏകദേശം നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വറവാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഈ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. കരിയാതിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകറി ഒരു കയ്പ്പ് ടേസ്റ്റായിട്ട് മാറും കേട്ടോ. അപ്പോൾ നേരെ തീയിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളത്. ഇനി ആ വേപ്പിലയും കൂടി ഒന്ന് വറവായതിന് ശേഷം ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ, കുരുമുളക് പൊടി, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ തേങ്ങൻ്റെ വറവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേവിച്ച് വെച്ച വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യയുടെ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.